ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, രാജ്യതലസ്ഥാനത്ത് നടന്ന ഈ കൂടിക്കാഴ്ച കേന്ദ്ര മനോഭാവം കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ മോദി സർക്കാർ കേരളത്തോട് കാട്ടുന്ന സമീപനം, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താകട്ടെ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാകട്ടെ ഏത് ഘട്ടത്തിലായാലും കേരളത്തിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായിട്ടുള്ള ധനവിഹിതം നൽകുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിഷേധാത്മക നിലപാട് തന്നെയുണ്ട്. അവിടെയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ധനകാര്യമന്ത്രി കേരള ഹൗസിൽ എത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. രാവിലെ മുഖ്യമന്ത്രിക്കൊപ്പം ഈ കാര്യങ്ങൾ കേരളത്തെ കേട്ട് ആ കൂടിക്കാഴ്ച ഏതാണ്ട് ഒരു 50 മിനിറ്റോളം നീണ്ടു എന്നാണ് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗവർണറുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ സർക്കാർ പ്രതിനിധിയായി ദില്ലിയിലേക്ക് കേരളം സർക്കാർ അയച്ചിട്ടുള്ള പ്രൊഫസർ കെ വി തോമസും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്കം താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അതിൽ പോസിറ്റീവായിട്ട് ഉള്ളൊരു നിലപാട് സ്വീകരിക്കാനേ കഴിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും അടക്കം പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ പോസിറ്റീവായ ചില കാര്യങ്ങൾ ഉരുത്തിരിയും എന്ന് നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ഇതുവരെയുള്ള നിലപാടുകളും നയങ്ങളും കേരളത്തോട് കാണിച്ചിട്ടുള്ള സമീപനവും വെച്ച് നോക്കുമ്പോൾ അത് എത്രമാത്രം ഫലപ്രദമാകും എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം മനഃപൂർവമായിട്ട് കേരളത്തോട് ഒരു ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് ഇതുപര്യന്തം കേന്ദ്ര സർക്കാർ പെരുമാറിയിട്ടുള്ളത് നമുക്കറിയാം. കാരണം അതിന് രാഷ്ട്രീയമായി കേരളം BJPക്ക് ഒരു വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കുന്നില്ല, ഒരു എൻട്രി നൽകുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ സഹിക്കാൻ ഇത്തരത്തിലുള്ളൊരു തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഫാസിസ്റ്റ് സമീപനം വരെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏത് വിധേനയും ഇതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള നിഷേധാത്മക നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വരുന്നത്. പിന്നെ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും ജനകീയമായ എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ചർച്ചയ്ക്കെങ്കിലും തയ്യാറാവുന്നത്. അതുകൊണ്ട് ആ ചർച്ച പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി പങ്കെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതിഫലനം. കാരണം ഇതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് കൃത്യമായി കേരളത്തോടുള്ള അവഗണനകളും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ്. അത് വെറുതെ ഒരു ആരോപണം എന്നുള്ള രീതിയിലോ വെറുതെ ഒരു എതിർപ്പ് ഉന്നയിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രകടനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ പറയുന്ന കാര്യങ്ങളല്ല. അത് തീർച്ചയായിട്ടും വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണെന്ന് സാമാന്യ വിവരമുള്ള ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ, നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ധനകാര്യം വന്നിരിക്കുമ്പോൾ മറ്റോ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ പോസിറ്റീവായിട്ടൊരു പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയമായ ഒരു ഘടകം നമ്മൾ പരിശോധിക്കുമ്പോൾ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ സാധ്യതയില്ല. അത് ഇപ്പോ വയനാട് ദുരന്തം എടുക്കുകയാണെങ്കിൽ അവിടെ വന്ന് കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് പറയുന്നത് എന്താ, കേരളം വെച്ചിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല, കേരളം പല രീതിയിലുള്ള പദ്ധതി വെച്ചിരിക്കുന്നത് ശരിയാവുന്ന തോന്നുന്നില്ല എന്നുള്ള രീതിയിലുള്ള നിഷേധാത്മകമായ മറുപടിയാണ് ലഭിക്കുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥലത്തെ മുൻകാലങ്ങളിലെല്ലാം ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്ന അവസരത്തിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക പ്രതിനിധി സംഘം വന്ന് അവിടെ സന്ദർശനം നടത്താറുണ്ട്. അത് വിദഗ്ധന്മാരും ഒക്കെ അടങ്ങുന്ന ആളുകൾ വന്നിട്ട് പഠനം നടത്തി അതിന്റെ സിറ്റുവേഷന്റെ ഒരു സ്റ്റോക്ക് എടുപ്പ് അവർ നടത്താറുണ്ട്. അതിനുശേഷം കേന്ദ്രത്തിൽ പോയി അവർ റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കാറുണ്ട്. അതുകൊണ്ട് കേരളം കൊടുത്ത കണക്കുകൾ തെറ്റാണെങ്കിൽ, കേരളം കൊടുത്തത് സ്വീകാര്യമല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഒരു അന്വേഷണത്തിന് ഒരു വിദഗ്ധ സമിതിയെ കേരളത്തിലേക്ക് അയക്കാം. അത് മുൻകാലങ്ങളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ദുരന്ത മുഖത്ത് പോലും ഇങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഇതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള വശങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയെ നമ്മൾ കാണാതെ പോയിരുന്നു. ഈ നിഷേധാത്മക സമീപനം, ഈ വിവേചനം, ഈ ഉപരോധം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. അത് വേറെ ഒരു കണക്ക് കൊടുക്കാത്തതിന്റെയോ
അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നദ്ദ പറഞ്ഞു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. അപ്പൊ എത്രയോ വലിയ കള്ളമാണ് പറയുന്നത്. പാർലമെന്റിനെ പോലുള്ളൊരു സമിതിയിൽ പോലും പച്ചക്കള്ളം പറയുന്നതിന് തയ്യാറാവുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താ വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമാണ്, രാഷ്ട്രീയമായ അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ രാഷ്ട്രീയമായ അജണ്ട സെറ്റ് ചെയ്ത് റൈറ്റ്. നന്ദി ശ്രീ ജോർജ് ജോസഫ്. താങ്കൾ സൂചിപ്പിച്ച പോലെ വളരെ ശക്തമായ രാഷ്ട്രീയമായ വിയോജിപ്പ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആ രണ്ട് രാഷ്ട്രീയ മുന്നണികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് വികസനത്തെ തകർക്കുന്ന നിലയിലേക്കാകരുത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. വികസന കാര്യങ്ങളിൽ ആ രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന് അവകാശപ്പെട്ടത് നൽകാൻ കേന്ദ്രം തയ്യാറാകണം. സാമ്പത്തിക ഉപരോധമല്ല ഒരു സംസ്ഥാനത്തോട് കാട്ടേണ്ടത്. അത് രാജ്യത്ത് ഏറ്റവും അധികം അനുഭവിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് കേരളം ഉന്നയിക്കുന്ന പ്രശ്നം.